ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇത് നമുക്ക് വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാവേ. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല സൂപ്പർ ടേസ്റ്റിലാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങയാണ്. ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഗോവിന്ദ് വിനോദ് ലോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി കണ്ടു നോക്കണേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലോട്ട് അരിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ കറയുണ്ട്. അപ്പോൾ ആ കറ കഴുകി കളഞ്ഞില്ലെങ്കിൽ കഴിക്കാനൊരു സുഖമില്ല കേട്ടോ. പിന്നെ ഈ കഴുകി കളയുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും കൂടയ്ക്കകത്തൊക്കെ ഒഴിച്ച് വെച്ചാൽ ഇത് മുളച്ച് പുതിയ തൈയാക്കി എടുക്കാവേ. പിന്നെ ഇതിൻ്റെ ചേരുവ എന്ന് പറഞ്ഞാൽ തേങ്ങ, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, ഞാനൊരു സവാളയുടെ പകുതി എടുത്തേക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം സവാളയ്ക്ക് പകരം ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇട്ട് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ കൈയും കൊണ്ട് ഇളക്കരുത്. എന്തെങ്കിലും ഒരു സ്പൂൺ വല്ലതും ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇനി എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി അരിയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുക. അരിയോ ഉഴുന്നോ, ഇപ്പം അരി ഉഴുന്ന് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഇച്ചിരി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടാട്ടോ ഇടുന്നത്. പിന്നെ നമ്മുടെ ചേരുവകളെല്ലാം കൂടെ കൂടിയിട്ട് 1-2 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും എടുക്കണ്ട. അതിന് അത്രയും ചെറിയ സമയം മാത്രം ഇതിൻ്റെ അകത്ത് നിന്ന് ആവി കയറി നിറയുന്ന അത്രയും സമയം മാത്രം മൂടി വെച്ച് കുക്ക് ചെയ്യണേ. അപ്പോഴത്തേനും അത് ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നോളും. ഇനിയെന്ന് പറഞ്ഞാൽ വെള്ളമെല്ലാം കൂടെ അങ്ങോട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് കുത്തിയിട്ട് ഇളക്കരുത്. ഇതുപോലെ സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ച് കുറേശ്ശെ ഭാഗങ്ങൾ ഇതിട്ട് ഇതുപോലെ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കുഴഞ്ഞു പോകത്തില്ല കേട്ടോ. പെട്ടെന്ന് ആക്കി എടുക്കുകയും ചെയ്യാവേ. പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ ഈ കുഴഞ്ഞു പോകുന്ന വെജിറ്റബിളൊക്കെ കറി വയ്ക്കുമ്പോണ്ടല്ലോ, ഇച്ചിരി വിസ്താരമുള്ള പാത്രത്തിലോട്ട് ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി കുഴഞ്ഞു പോകത്തില്ലേ. പിന്നെ ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കറി കഴിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ അരി കടിക്കുന്നൊരു പ്രത്യേക സുഖം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നതിനാണോ ഇപ്പം ചിക്കനൊക്കെ ഇപ്പം മേടിക്കുമ്പോണ്ടല്ലോ, ഇതുപോലെ ഞങ്ങൾ മേടിക്കാറ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരും ചെറിയ പീസാക്കിയാണ് മേടിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. വെട്ടി കണ്ടിക്കുകയൊക്കെ ചെയ്യണ്ടേ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ചിക്കൻ്റെയൊക്കെ പുറത്ത് ഈ ചിറകിൻ്റെ ബാക്കി വശത്താന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെയൊക്കെ പുറകിൽ ചിറക് ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, കൈ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അതിൻ്റെ ആ ചിറക് തീരുന്ന ഒരു ചെറിയ ലോക്ക് പോലെ ഒരു ഭാഗമുണ്ട്. ആ ചിറകിൻ്റെ തന്നെ ഭാഗം കേട്ടോ. ഇത് ഞാൻ ഈ എല്ലൊന്നും കണ്ടിക്കുന്നൊന്നുമില്ല. ആ സ്പേസിലോട്ട് ഇങ്ങനെ നമ്മളത് പിടിച്ചു നോക്കുമ്പോൾ അറിയൊരു തടിപ്പ് പോലെയുണ്ട്. അവിടെ കത്തി വെച്ച് പതുക്കെ അങ്ങോട്ട് വലിച്ചാൽ ഈ എല്ലിൻ്റെ ഇടയ്ക്കൂടെയുള്ള ആ ദശേക്കടെ അങ്ങ് കയറി അങ്ങ് വന്നോളുവേ. ശരിക്കും പറഞ്ഞാൽ ആ ബോഡിയിലോട്ട് ആ ചിറക് കയറുന്നിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ കൈ ആ ചേർന്നിരിക്കുന്ന ഭാഗം അതാ. ഇനി അതിൻ്റെ ആ കഴുത്തെ പിടിച്ചും ബാക്കി ആ കയ്യിലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ അത് രണ്ടായിട്ട് കിട്ടുക. ഇനിയിപ്പം ചെറുതാക്കാൻ പാടൊന്നുമില്ലല്ലോ. ഇത് വാക്കത്തി എടുത്ത് വെട്ടിക്കണ്ടിക്കാനോ കത്തിക്ക് ഇടിക്കാനോ ഒന്നും പോകണ്ട. ഇനി ഇത് നമുക്ക് കത്തി കൊണ്ട് ചെറുതായിട്ട് അങ്ങനെ വരഞ്ഞ് അങ്ങോട്ട് കൊടുത്തേച്ച് ഒന്ന് ഒടിച്ചൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നുള്ളൂ. ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇടണേ.